പ്രിയപ്പെട്ട വിദ്യാർത്ഥികളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഫോർ ദ ടൈം ബീയിങ് വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി എക്സാമിനേഷനാണ് താരം. പല വിദ്യാർത്ഥികളും ചോദിച്ചിരുന്നു 2017, 18, 19 വർഷങ്ങളുടെ വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി എക്സാമിനേഷൻ എപ്പോൾ കോൾ ഫോർ ചെയ്യുമെന്ന്. നിലവിൽ 2016 അഡ്മിഷൻ വരെയാണ് വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി എക്സാമിനേഷൻ അഥവാ സ്പെഷ്യൽ എക്സാമിനേഷൻ കോൾ ഫോർ ചെയ്തിട്ടുള്ളത്. അതിനുശേഷം അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളുടെ പരീക്ഷകൾ എന്നായിരിക്കുമെന്നാണ് പല വിദ്യാർത്ഥികളുടെയും ആവശ്യം. റെഗുലർ ഇൻ്റർവെൽസിൽ നടക്കുന്ന ഒരു പരീക്ഷയല്ലെന്ന് ഓൾറെഡി നമുക്കറിയാം. കളക്റ്റീവ് ഡിസിഷൻ്റെ ഭാഗമായി വിദ്യാർത്ഥികൾ യൂണിവേഴ്സിറ്റിയെ അഡ്രസ്സ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ വലിയൊരു മുന്നേറ്റം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആവശ്യം നമ്മുടേതായതുകൊണ്ട് തീർച്ചയായിട്ടും രംഗത്തെത്തേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. 16 വരെയുള്ള വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി എക്സാമിനേഷൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. അതിനുവേണ്ട കാര്യങ്ങൾ 17, 18, 19 അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളുടെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ നിങ്ങൾ ഇന്നു മുതലൊക്കെ തന്നെ മുന്നോട്ട് ഇറങ്ങണമെന്ന് തന്നെയാണ് പറയാനുള്ളത്. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആവശ്യം നമ്മുടേതായതുകൊണ്ട് കുറച്ചധികം നേരത്തെ തന്നെ അല്ലെങ്കിൽ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ സഹായത്തോടു കൂടി കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ മുന്നേറ്റമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വ്യത്യാസമുണ്ടാകുമെന്ന് തന്നെയാണ് പലപ്പോഴും നമ്മൾ കാണാറുള്ളത്. പല ചെറിയ കാര്യങ്ങളിലുമുള്ള സംഭവ വികാസങ്ങൾ അങ്ങനെ തന്നെയാണെന്ന കാര്യം മറന്നു പോകരുത്. 3 വർഷം കഴിഞ്ഞ് 4ാമത്തെ വർഷം ഒരു ദിവസം കൂടുതൽ കിട്ടുമ്പോൾ ചിലപ്പോൾ വലിയ വ്യത്യാസമുണ്ടായിരിക്കാം കാലങ്ങൾക്ക്. എന്നാൽ നിങ്ങളെ സംബന്ധിച്ച് ഒരു വർഷം കൂടുതലായിട്ട് എടുക്കുകയാണ് പരീക്ഷ എഴുതാനായിട്ട്. അങ്ങനെയെങ്കിൽ കഷ്ടപ്പാടാണ്. നമ്മുടെ ഫർദർ സ്റ്റഡീസ്, ജോലി, എല്ലാ കാര്യങ്ങളും അവിടെ ഒരു സമസ്യയായിട്ട് മാറുകയാണ്. ഇതിനെല്ലാം മറികടക്കണമെങ്കിൽ വിദ്യാർത്ഥികളുടെ പൂർണ്ണ പിന്തുണ ഉണ്ടായേ തീരൂ. 6 വർഷം കൊണ്ട് ഡിഗ്രി എന്ന പ്രോഗ്രാം അവസാനിപ്പിക്കേണ്ടതായിരുന്നു. എന്നാൽ ചില കാരണങ്ങൾ കൊണ്ട് അങ്ങനെ പറ്റാത്തത് കൊണ്ടാണ് നമുക്ക് ബാക്കിയുള്ള സപ്ലിമെൻ്ററി എക്സാമിനേഷൻ വന്നതും അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നതും. ഇനിയും കൂടുതലായിട്ട് വെയിറ്റ് ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. യൂണിവേഴ്സിറ്റി ഇക്കാര്യങ്ങൾ അറിയിക്കുക. അത് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾക്കാണ് വഴി തെളിയിക്കുക എന്ന കാര്യം മറന്നു പോകരുത്. നമ്മൾ ഈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയാനുള്ള കാരണം നമ്മുടെ ആവശ്യം അത്ര അധികമാണെന്നും നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ആവശ്യമാണെന്നും അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. 1-2 കുട്ടികളോ ഒരു കോളേജോ മാത്രം മെയിൽ അയച്ചിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ പോയി ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു കൂട്ടം വിദ്യാർത്ഥികളുടെ സേവനം വളരെയധികം അത്യന്താപേക്ഷിതമാണെന്ന കാര്യം കൂടി ഓർത്തു വയ്ക്കുന്നു. നമ്മളും അത്യാവശ്യം പറ്റാവുന്ന കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇതുമായി റിലേറ്റ് ചെയ്യുന്ന പുതിയ അപ്ഡേറ്റുകൾ കിട്ടുന്ന മുറയ്ക്ക് നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യുന്നതാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.